Hi friends, welcome to our channel Gamers. നിങ്ങൾ വിൻഡോസ് 10 യൂസേഴ്സ് ആണോ? നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സിസ്റ്റം ഉണ്ടോ? എങ്കിൽ വിൻഡോസ് പുതിയതായിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടാകുന്ന ലാഗ്, ലേറ്റൻസി ഇതൊക്കെ കുറയ്ക്കാനും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അൾട്ടിമേറ്റ് എൻഡിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നല്ല എഫ് പി എസ് കൂടി കിട്ടും, നല്ല രീതിയിൽ തന്നെ കൂടും, ലാഗ്സ് മാറി കിട്ടും, ലേറ്റൻസി മാറി കിട്ടും. അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങളുണ്ട് അൾട്ടിമേറ്റ് പെർഫോമൻസ് ഓണാക്കിയിട്ടാൽ. അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം പവർ യൂസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ലാപ്ടോപ്പ് യൂസേഴ്സ് ആണെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാൽ നിങ്ങൾ സ്റ്റാർട്ട് എടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ പവർ എന്ന് സെർച്ച് ചെയ്യുക. പവർ ആൻഡ് സ്ലീപ്പ് സെറ്റിങ്സ്. ഇവിടെ അഡീഷണൽ പവർ സെറ്റിങ്സ് എന്ന ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങോട്ട് താഴോട്ട് ഒരു ആരോ ഉണ്ട്, ഡ്രോപ്പ് ബാക്ക്. അവിടെ അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നേരെ തന്നെ ഓൺ ചെയ്തിടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുവരുത്താം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നിങ്ങൾ സെറ്റിങ്സ് എല്ലാം ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റാർട്ട് മെനു റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കമാൻഡ് പ്രോംപ്റ്റ് അഡ്മിൻ എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് പവർഷെൽ ഇത് ഏതെല്ലാം ഒരെണ്ണമായാലും മതി. ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് ഒരു കോഡുണ്ട്. ഈ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, പ്രസ് എൻ്റർ. ഇപ്പോൾ ആ കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ സെറ്റിങ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അൾട്ടിമേറ്റ് പെർഫോമൻസ് കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൺ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഏറ്റവും നല്ല പെർഫോമൻസ്, അൾട്ടിമേറ്റ് പെർഫോമൻസിൽ തന്നെ കിട്ടും. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പവർ ഇഷ്യൂ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിലും നല്ലോണം പവർ വലിക്കും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാഗ് മാറാനും ഗെയിമൊക്കെ നല്ല സ്പീഡിൽ കളിക്കാനും ഇത് നല്ലോണം നിങ്ങൾക്ക് ഉപകാരമാകും. അൾട്ടിമേറ്റ് പെർഫോമൻസ് ഇട്ടതിന് ശേഷം ഞാൻ ബാലൻസ്ഡ് മോഡിലും അൾട്ടിമേറ്റ് പെർഫോമൻസ് മോഡിലും ഒരു ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നോവ ബെഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്രീ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. ഞാൻ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ബാലൻസ്ഡ് മോഡിൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ സ്കോറ്. CPU 556, റാം സ്കോർ 185, GPU സ്കോർ 515 ആൻഡ് ഡിസ്ക് സ്കോർ 23. ഗെയിം കളിക്കുന്നതിൽ FPS 55 FPS ആണ് നമുക്ക് ബാലൻസ്ഡ് മോഡിൽ കിട്ടിയേക്കുന്നത്. പിന്നെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും നിങ്ങൾക്കിവിടെ കാണാം. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 1279 ആണ്. ഇനി നമുക്ക് അൾട്ടിമേറ്റ് പെർഫോമൻസിൽ ഇട്ടതിൻ്റെ റിസൾട്ട് കാണാം. നിങ്ങൾക്ക് തന്നെ കാണാം എന്തോരം ഡിഫറൻസ് ആണ് ഇത് വരുത്തുന്നതെന്ന്. CPU സ്കോർ 990 ആയിട്ടുണ്ട്, റാം സ്കോർ 185 തന്നെ, GPU സ്കോർ 661 ആൻഡ് ഡിസ്ക് സ്കോർ 25. GPUവിൽ നല്ല തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് 84 FPS ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. സാധാരണ മോഡിൽ കിടന്നാൽ 55 FPS ഉള്ളൂ. ബട്ട് നിങ്ങൾ അൾട്ടിമേറ്റ് പെർഫോമൻസ് അൺലോക്ക് ചെയ്ത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ 84 FPS നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്പെടും. നിങ്ങൾ അൾട്ടിമേറ്റ് പെർഫോമൻസ് തീർച്ചയായും ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.